കൊറോണ എന്ന് പറയുന്ന ആഗോള മനുഷ്യരാശിയെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഈ ഒരു ദൈവം തമ്പുരാൻ്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിലൂടെ മനുഷ്യനുണ്ടായ ഒരുപാട് തിരിച്ചറിവ്, ആ തിരിച്ചറിവ് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലെ തിരിച്ചറിവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രി, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജനസംഖ്യയുള്ള രാജ്യം, ഈ ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ, യുവസമൂഹത്തിൻ്റെ, ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സുമായി പ്രൊഫഷണൽ അടക്കം ഉള്ള സ്ഥാപനങ്ങൾ, പ്രൊഫഷണൽ നോൺ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ നിന്നും ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ നിന്നും കോളേജുകളിൽ നിന്ന് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും അടക്കമുള്ള ആളുകൾ, ഇവരുടെയൊക്കെ ജനറലി പറഞ്ഞാൽ ഇന്ത്യൻ യൂത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് ലാക്കിങ്സായി ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പേർട്സ്, കോച്ചസ്, അതുപോലെ മാർക്കറ്റ് റിസർച്ച്, R&D കമ്പനീസൊക്കെ പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എന്താണ് ഈ സംഗതി? ഇത് തന്നെയാണ് എനിക്ക് വളരെ അഭിമാനത്തോടെ അത് പറയാൻ പറ്റും. ആയിരക്കണക്കിന് കുട്ടികളെ ഈ മേഖലയിൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ സപ്പോർട്ട് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ, LKG പഠിക്കുന്ന കുട്ടികൾ മുതൽ നമുക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമുക്ക് നഴ്ച്ചർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അവർ കോളേജിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്തുമ്പോഴേക്ക് അവരെന്തായിരിക്കും, എന്താകുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഈ രണ്ട് കാര്യം, കോൺഫിഡൻസ്, ആത്മവിശ്വാസം, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയ ശേഷി, ഇത് പറയുമ്പോൾ, കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും നേരത്തെ ചെയ്ത് പറഞ്ഞ പോലെ നമ്മൾ ഗ്ലോബൽ ലാംഗ്വേജായ, യൂണിവേഴ്സൽ ലാംഗ്വേജായ ഇംഗ്ലീഷിനെ കുറിച്ച് തന്നെയാണ് ഇന്ന് ലോകം മുഴുവൻ സംസാരിക്കുന്നത്. നേരത്തെ സംസാരിച്ചത് because we call it as a bridging connector between the cultures, between the countries, between everything in this world. If you got English, if you have English, if you got the command over English, ഈ ലോകത്ത് എന്തും എവിടെയും എന്തിനും നമുക്ക് പോവാം, എന്തും നേടാം, എന്തും വാങ്ങിക്കാം, എന്തും നമുക്ക് സംസാരിക്കാം, എന്തും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എന്തും വിൽക്കാൻ ശ്രമിക്കാം, എന്തും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള അവസ്ഥാവിശേഷത്തിലേക്കാണ് ഈ കോവിഡ് മഹാമാരി ഇന്ന് ലോകത്തെത്തിച്ചത്. ഈ കോവിഡ് മഹാമാരി മൂലം ഇന്ന് ലോകം വളരെ ചുരുങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട്, നമ്മുടെ കൂടെ ഇരുന്നുകൊണ്ട്, നമ്മുടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ LKG പഠിക്കുന്ന കുട്ടി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലും പാരീസിലും ചൈനയിലും അവിടെ LKG പഠിക്കുന്ന കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്ന അതേ ടീച്ചറുടെ വീഡിയോ ആണ്. അതേ ടീച്ചറാണ് എൻ്റെ കുട്ടിയോടും നിങ്ങളുടെ കുട്ടിയോടും ചോദ്യം ചോദിക്കുന്നത്. അതേ ടീച്ചറോടാണ് നമ്മൾ ലോകത്തുള്ള ഏത് പട്ടിണി രാജ്യങ്ങളാവട്ടെ, സോമാലിയ ആവട്ടെ, ആഫ്രിക്ക ആവട്ടെ, അവിടുത്തെ സാധാരണക്കാരനായ കുട്ടി വരെ, പട്ടിണി കിടന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി വരുന്ന മറുപടി പറയുന്നത് പാരീസിലെ ഏറ്റവും വലിയ സമ്പന്നൻ്റെ കുട്ടി മറുപടി പറയുന്ന ടീച്ചറോടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി ചുരുങ്ങി. ഇവിടെ ഇന്ന് ഈ ലോകത്തെ മുഴുവൻ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ മീഡിയം എന്ന് പറയുന്നത് ആരെന്ത് പറഞ്ഞാലും അത് ഇംഗ്ലീഷാണ്. ദയവ് ചെയ്ത് എൻ്റെ രക്ഷിതാക്കൾ, ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, if you got the excellent command over English, if you got the excellent skills, if you got the commanding power in English language, you can fly to anywhere in this world. ലോകത്ത് എവിടെയും നിങ്ങൾക്ക് പറക്കാം. കൊറോണ കഴിഞ്ഞാൽ get your passport and go. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ചോദ്യത്തിൽ, ഇന്ന് പ്രായം പ്രശ്നമല്ല. നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടാനുള്ള പ്രായമായാൽ നിങ്ങൾക്ക് കഴിവുണ്ടോ, സ്കില്ലുണ്ടോ, ടാലൻസ് ഉണ്ടോ, you can go anywhere, you can start your business, you can present your ideas in front of anybody. ഇന്ന് അവിടെയാണ് ഞാൻ പറഞ്ഞത്, മാർക്കും സർട്ടിഫിക്കറ്റും ഉള്ളതോടൊപ്പം തന്നെ ഈ സ്കില്ലൊന്നും നമ്മുടെ കുട്ടികൾക്ക് വേണം. മാർക്കും സർട്ടിഫിക്കറ്റും മാത്രമേ ഉള്ളുവെങ്കിലോ നമ്മുടെ മക്കൾ പിറകിലായി പോകും, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് നേരത്തെ സെയ്ദ് പറഞ്ഞത്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ നേരത്തെ ഇന്ന് എന്ന് ഞാൻ പറയുന്നില്ല, ഇന്നത് മാറി എന്ന് പറയുവാൻ കൂടെയുള്ള ആർജവം ഞാൻ കാണിക്കാം. കഴിഞ്ഞ 5-8 മാസങ്ങൾക്ക് മുമ്പ്
10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ വിളിച്ച് മോനെ ഒരു 5 മിനിറ്റ് ഈ ടോപ്പിക്കിനെ കുറിച്ചൊന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അതിന് കഴിയാത്ത കുട്ടികളായിരുന്നു 60%. ആധികാരികമായി എനിക്ക് പറയാൻ പറ്റും. ഒരു പേജിൽ 10 സെൻറ്റൻസുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക് എഴുതാൻ പറഞ്ഞാൽ ഉറപ്പാണ് ഐ ഗ്യാരണ്ടി യു 20 തെറ്റുകൾ മിനിമം ഉണ്ടാകുമായിരുന്നു. പ്രീ കോവിഡിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 5-8 മാസങ്ങൾക്കുള്ളിൽ നേരത്തെ പറഞ്ഞ വാക്ക് വീണ്ടും ഞാൻ ഉപയോഗിക്കുന്ന തിരിച്ചറിവ്, എൻ്റെ ഇംഗ്ലീഷ് എനിക്ക് ഡെവലപ്പ് ചെയ്യണം എന്ന് ടീച്ചേഴ്സ് മുതൽ പ്രൊഫസർമാർ മുതൽ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ നമ്മുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കി ഇതൊരു അവസരമാണ്. നേരത്തെ ചെയ്തു പറഞ്ഞ പോലെ വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, വെബ്സൈറ്റ്സ് ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് സംവിധാനങ്ങൾ. അമേരിക്കക്കാരനോട് ലൈവായി സംസാരിച്ച് എൻ്റെ കുട്ടിക്ക് ഇന്ന് എൻ്റെ കുട്ടിയുടെ ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്യാമെന്ന് രക്ഷിതാക്കൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ, കമ്പനികൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മുടെ ചില്ലിക്കാശ് കൊണ്ട് നേടാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ കോവിഡ് മഹാമാരി എന്ന് പറയുന്ന പ്രതിസന്ധിയിലൂടെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു എൻ്റെ രക്ഷിതാക്കളോട്, എൻ്റെ കുട്ടികളോട്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അനിവാര്യമാണ്. എൻ്റെ പഠനത്തിന് മര്യാദയ്ക്ക് എനിക്ക് മാർക്ക് നേടുന്നത് മുതൽ ഇന്ന് ലോകത്ത് എനിക്ക് ഷൈൻ ചെയ്യണമെങ്കിൽ, എനിക്കെൻ്റെ ഡ്രീം കരിയറിലെത്തണമെങ്കിൽ, എനിക്കെൻ്റെ ഡ്രീം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനെനിക്ക് ഏറ്റവും വേഗത നൽകുന്ന കാറ്റലിസ്റ്റായി മാറാൻ പോകുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അത് സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രമല്ല, എഴുതാനുള്ള സംവിധാനം. നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസങ്ങൾക്കുള്ളിൽ നമ്മൾ പത്രങ്ങൾ വായിച്ചു, നമ്മുടെ നാട്ടിലെ മലപ്പുറം ജില്ലയിലുള്ള, പാലക്കാട് ജില്ലയിലെ കുട്ടികൾ വരെ ലോക റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തു. എന്ത്? ഫോറിൻ യൂണിവേഴ്സിറ്റികളുടെ ഓൺലൈൻ കോഴ്സ് ചെയ്തിട്ട് 650, 700, 400 കോഴ്സുകളൊക്കെ ചെയ്ത് നമ്മുടെ നാട്ടിലെ സാധാരണ കോളേജുകളിൽ പഠിച്ചിറങ്ങിയ കുട്ടികളാണ് വേൾഡ് റെക്കോർഡ് നേടിയത്. എന്തായിരുന്നു അവരുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ, മീഡിയം ഓഫ് ലേണിംഗ് എന്തായിരുന്നു? ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ കോമൺ ബ്രിഡ്ജാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ കോമൺ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് അവർ ഇൻ്റർനാഷണൽ കോഴ്സസ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിലെ കുട്ടികൾ ചെയ്യുന്ന കോഴ്സ് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾ ചെയ്യാനുള്ള ത്രാണി നമ്മുടെ കുട്ടികൾക്ക് കോൺഫിഡൻസ് നൽകിയത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള അവരുടെ പ്രാവീണ്യമാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ശ്രമിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, വർക്ക് ഫോർ യുവർ ഇംഗ്ലീഷ്. ഇനി ഇതുവരെ ഇത് സീരിയസ് ആയി എടുക്കാത്ത കുറച്ച് കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഇനിയും കൊറോണ വാക്സിൻ വരാൻ സമയമെടുക്കുമെന്ന് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു. സ്കൂളുകൾ തുറക്കാൻ സമയമെടുക്കുമെന്ന് പറയുന്നു. സ്കൂളുകൾ, കോളേജുകൾ തുറന്നാലും എങ്ങനെയാണ് പൂർണ്ണാർത്ഥത്തിലാവുക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇനിയുള്ള സമയമെങ്കിലും വർക്ക് ഫോർ യുവർ ഇംഗ്ലീഷ് സ്കിൽസ്. അത് എഴുതാനും വായിക്കുവാനും വിദേശ രാജ്യങ്ങളിലെ അമേരിക്കൻസും ബ്രിട്ടീഷും കനേഡിയൻസും ഒക്കെ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഹിന്ദു അടക്കമുള്ള നമ്മുടെ മുമ്പിൽ വരുന്ന പത്രങ്ങൾ, ജേർണൽസ്, മാധ്യമങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇംഗ്ലീഷിൻ്റെ മുഴുവൻ ടോട്ടൽ ആസ്പെക്ട്സിൽ ഇംഗ്ലീഷ് കരഗതമാക്കുവാൻ എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കുക. അങ്ങനെയെന്ന് വച്ചാൽ അങ്ങനെയുള്ള ഒരു വിധാനത്തിലേക്ക് എൻ്റെ മക്കൾ ഉയർന്നാൽ, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10ാം ക്ലാസ്സുകാരൻ ജൂനിയർ സയൻറ്റിസ്റ്റ് ആയത്, 10ാം ക്ലാസ്സുകാരൻ റോബോട്ട്സ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾക്ക് വ്ളോഗറാവാം, നിങ്ങൾ യൂട്യൂബർ ആകാം, ലോകം മുഴുവൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് try to give motivation to our children, to our youngsters, to our youth community, so that they are equipped in this universal language skills, with these universal language skills. അപ്പോൾ ഈ ഒരു ടോക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇത്രയും നേരം നമുക്ക് ഒരു സമയം അനുവദിച്ച് തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് സാർ. വളരെയധികം എങ്ങനെ നന്ദി പറയാറില്ല. താങ്ക് യു സോ മച്ച് ഫോർ ദ ഗ്രേറ്റ് സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു. I utilize this opportunity to congratulate Mr. Zaid and Mr. Shamim for your great step in hosting these sort of programs. So wish you all the best and best of luck. Till next meeting, goodbye to all of you. Thank you very much. Jai Hind.